അങ്ങനെ ഈ ദാരികനെ കൊല്ലാനായിട്ട് ഭദ്രകാളി ദേവി ഇങ്ങനെ വരും. വന്നിട്ട് ഇങ്ങനെ ഓടിക്കും. നിലത്തിലിട്ട് ഇങ്ങനെ നിലത്തിൽ പോരെന്നാ പറയാം. നിലത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ട് മുകളിൽ കയറിയിരിക്കും. തെങ്ങിലുള്ള ഇരിപ്പിടുണ്ട് ആകാശത്ത് സങ്കല്പത്തിൽ മേളിലിരിക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ദേവി വിശ്രമിക്കും. അവിടെ വിശ്രമിക്കും. ഇപ്പുറത്ത് കമകലുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ ദാരികനെ ഇരിക്കും. എന്നിട്ട് വീണ്ടും ഇറങ്ങി അവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോരി വിളിച്ചിട്ട് അവസാനം ദാരികനെ കൊല്ലും. സത്യത്തിൽ കൊല്ലൂല. ഇപ്പോഴൊക്കെ നമ്മള് ഇതൊരു പ്രതീകമാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇപ്പൊ വെച്ചാൽ നമ്മൾ വെച്ചാൽ അതിനകത്ത് ഈ കുമ്പളങ്ങക്കകത്ത് ഈ സിന്ദൂരൊക്കെ നിറച്ച് വാഴയൊക്കെ വെച്ചിട്ട് വാഴ വെട്ടി കുമ്പളങ്ങ വെട്ടി ചോര കണ്ട് ദേവി പ്രീതിപ്പെട്ട് അവസാനം ഇങ്ങനെ വിശ്രമിക്കുന്നിടത്താണ് കാളികുട്ട് മഹോത്സവം കഴിയുന്നത്. അങ്ങനെയാണ് സംഭവം. അപ്പൊ നമുക്കൊരു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ പോയി കാണാം. ഭയങ്കര രസമാണ്. മക്കളെ നമുക്ക് ഇത്ര എല്ലാടെ. പക്ഷെ അമ്മ ഇല്ല. അമ്മ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ അങ്ങ് അമ്മയോട് അങ്ങ് വന്നാ രക്ഷപ്പെട്ടു. ആദ്യം നീ പോയിട്ടേ ആ ക്ലീറ്റോച്ചനെയും തങ്കത്തിനൊക്കെ വിളിച്ചിട്ട് വാ. തക്കളീൻ എന്നാ പിന്നെ അമ്മയും കൂടെ കൂടി വിടായിരുന്നു. ഏച്ചിപ്പോ നിങ്ങൾ ഉത്സവം കാണാൻ അങ്ങോട്ട് വരില്ലേ? അപ്പൊ ഒരുമിച്ച് വരാ പറഞ്ഞു. എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ വീണ്ടും വരണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അവിടെ ഇരുന്നോ, എല്ലാരും കൂടി വന്നിട്ട് ഒപ്പം അങ്ങോട്ട് വരാ പറഞ്ഞു. അത് മറിച്ച് കളയല്ലേ എന്റെ കുഞ്ഞ്. എന്തോ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം വന്നോ? എപ്പോഴാ വന്ന്? ആണോ? എന്തിനാ വിളിച്ചത്? എനിക്ക് എന്തോന്ന് അറിഞ്ഞൂടെ. എളുപ്പം വരണേ. ആണോ? അമ്മ ഇപ്പൊ വരാന്ന് പറയണം കേട്ടോ. എവിടെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ വന്നാ? എന്ത് വിശേഷം? വിശേഷ ഉത്സവല്ലേ? ഉത്സവം? ഇപ്പൊ എന്തോ ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട് കാണണമെന്ന്. അപ്പോ ഉത്സവത്തിന്റെ നല്ല ദിവസം നോക്കി നല്ല തീരുമാനങ്ങൾ എന്തോ എടുക്കാനായിട്ടാണ് അമ്മ വന്നേക്കണേ. എനിക്ക് മനസ്സിലായി. എന്ത് തീരുമാനം? എന്തോന്ന്? സ്വത്ത് വീതിച്ചു തരുന്നല്ലേ? എന്നാര് പറഞ്ഞു? എന്തോന്ന് പറഞ്ഞു? എന്റെ കർത്താവെ, ഞാൻ മനസ്സിൽ പോലും അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ ഉദ്ദേശിച്ച അതൊന്നുമല്ല. എടി, അമ്മാവൻ ഒരു കേക്ക് മേടിച്ചോണ്ട് വന്നു. ആ കേക്കിന്റെ പകുതി മുറിച്ച് ആ വീട്ടിലും വെച്ചിട്ട് പകുതി മുറിച്ച് നമ്മളെ വീട്ടിലും തരാൻ വേണ്ടിയിട്ടാണ് വിളിക്കണമെന്നാ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ക്ലീറ്റ് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 23 മണിക്കൂർ ഞാൻ നിങ്ങളുടെ മുഖം കണ്ടോണ്ടിരിക്കണേ. എന്നോട് പറയല്ലേ നിങ്ങളുടെ ഉള്ളിൽ ഇതായിരുന്നെന്ന്. ബാക്കി 1 മണിക്കൂർ നീ ആരടി കാണണേ? 1 മണിക്കൂർ നിങ്ങൾ കക്കൂസിലല്ലേ? പ്ലാനിങ് പുതിയതാരെ പറ്റിക്കാന്നുള്ളതേ. അതെ, ഇതുവരെ എന്റെ പ്ലാനിങ് കൊണ്ടാണ് മാന്യമായിട്ട് ഇങ്ങനെ ജീവിച്ചു പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലീറ്റോ, മറ്റുള്ളവരുടെ സ്വത്തിൽ കണ്ണു വെക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് ക്ലീറ്റോ. ഇതാണ് നിന്നെ പോലുള്ള ബുദ്ധിയില്ലാത്തവളുമാരുടെയൊക്കെ ചിന്തയുടെ കുഴപ്പം. എടി, ഈ ഭൂമി എന്ന് പറയുന്നത് ഇത്തിരി പോലുള്ളൊരു ചെറിയ സാധനമാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടൊന്നും ഇരിക്കണില്ല. അതിനകത്ത് പിന്നെ എനിക്ക് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള കഴിവും ശേഷിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറേച്ച നമ്മളിങ്ങനെ എടുക്കണം. കുറേച്ച. അത് പ്രത്യേകിച്ച് നമ്മളെ ഈ അമ്മാവരെ പോലെ പെണ്ണും പടക്കോഴും കുടുംബമൊന്നും ഇല്ലാതെ ആളിൻ്റെ ഇത്തിരി എടുത്തുന്നവർ ഒന്നും സംഭവിക്കില്ല. പൊന്നോ, ഇങ്ങോട്ട് വന്നേ. അമ്മാവൻ എന്താ വിളിച്ചതെന്ന് വെക്കാണ്ട് വന്നിട്ട് എനിക്ക് ആ തേങ്ങാപ്പാല് പിഴിഞ്ഞു തന്നെ ഒരു കാര്യമില്ല. മാങ്ങാപ്പാല്. ജമന്തിയെ ഇത്തിരി വെള്ളം എടുത്താ. ആര്? ജമന്തിയോട് വെള്ളം എടുത്തു. രാവിലെ പോയി. എങ്ങട്? അവളൊരു കൂട്ടുകാരുടെ അനിയത്തിയുടെ കല്യാണം. അവർ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരിയാണ്. അപ്പൊ പിന്നെ പോയില്ലേ, പിന്നെ ഭയങ്കര പരാതി എന്ന് പറഞ്ഞിട്ട് എന്തേലും പറഞ്ഞു ഒഴിവാക്കണ്ട. അന്ന് ഉത്സവല്ലേ? ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. അവൾ അത് കഴിഞ്ഞിട്ട് അങ്ങ് നേരെ അമ്പലത്തിലേക്ക് വന്നോളൂ. അത് ശരി. കാര്യണ്ട്. മോനെന്താ വിളിച്ചേ? ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് എല്ലാവർക്കും എന്റെ വക ഡ്രസ് എങ്ങനെയുണ്ട്? എവിടെ? ധൃതി പിടിക്കല്ലേ. ഇത് നല്ല പൂക്കളുള്ള അള്ളി ഷർട്ട്. പിടിക്കടാ. തങ്കത്തിന് സാരി. ഇത് ജമന്തിക്കുള്ള സാരി. അത് രണ്ട് നല്ല തന്നെ ഉണ്ട്. ഒരേപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കും. എടി, അമ്മാവൻ അങ്ങനെയൊന്നുമില്ല. അമ്മാവൻ രണ്ടുപേരും ഒരുപോലെയാണ്. അതുകൊണ്ട്
എങ്ങനെയുണ്ട്? എല്ലാവരും ഈ ഡ്രസ് ഇട്ടിട്ട് വേണം നമ്മളൊന്ന് ഉത്സവത്തിന് പോകാൻ. ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. ദേ, ദേ, ഇതും കൂടി അങ്ങ് എടുത്ത് വെച്ചോ. കൊച്ചില്ലേ മക്കളെ അങ്ങോട്ട് വെച്ചാ ഉത്സവത്തിന് പോകുമ്പോഴാ കൊണ്ടാ. അല്ല അതെ ഈ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാ? അതെന്താ നീ ഉദ്ദേശിച്ചത്? അല്ല ഇതേ ഉള്ളൂ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാ ഞാൻ. ഇപ്പൊ വേറെ എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, കേക്ക് മുറിക്കണ്ടെന്ന് വിചാരിച്ചു. അത് അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയാൽ കേക്ക് മുറിക്കാം. ആ കേക്കല്ല, കേക്ക് രണ്ടായിട്ട് മുറിച്ചിട്ടേ, ഒരു കേക്ക് ഒരു കഷ്ണം ഇവനും ഒരു കഷ്ണം ക്ലീറ്റോനും, മറ്റേ കേക്ക്. ഓ കേക്ക്. എടാ അങ്ങനെ അമ്മാമന്റെ സ്വത്തിന് വേണ്ടി മോഹിക്കണ്ട. അത് വേണ്ട സമയത്ത് വേണ്ട പോലെ വേണ്ടവർക്ക് ഞാൻ അങ്ങോട്ട് തരും. ഇപ്പൊ തന്നെ കുളിരില്ലേ, പനി വരും. എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞുമില്ല, ഒന്നും ചോദിച്ചില്ല. നീ എങ്ങടെ പോണ്? ഇട്ട് നോക്കണ്ടേ, പാകാവോ നോക്കണ്ടേ? ഇവന്റെ ഒരു കാര്യം. ഉത്സവത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ഷർട്ടുമുണ്ട്. എനിക്കോ? എനിക്ക് എന്തിനടപ്പ ഡ്രസ് ഒരുപാട് കിടക്കല്ലേ. എന്നാലും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഷർട്ടും മുണ്ടും മേടിച്ചൊരു സന്തോഷമല്ലേ? അതെ. എന്തിനാ കണ്ണു തന്നെയാണ്? എന്തിനാ അമ്മാവനും ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടല്ലോ. എന്നാലേ ഞാൻ അങ്ങോട്ട് പോവാ. നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഉത്സവ പറമ്പിൽ വന്നാൽ മതി, അവിടെ വെച്ച് കാണാം. പൊട്ടിച്ചല്ലോ. ഇതും കൂടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഇതൊന്നും ഇവിടെ വെച്ച് പൊട്ടിക്കല്ലേ, എനിക്ക് പേടിയാ. പോയി കേടി, 100 കൂട്ടം പണിയുണ്ട്. ചെല്ല്, പുറത്ത് പോയി കളിക്ക്. അല്ല അത് തട്ടി കളിക്കാൻ ഒരുമിച്ചിട്ട് തട്ടിയാ മതി. എന്തോന്നമ്മ എവിടെ പോണെന്ന് പറഞ്ഞു? അവിടെ ഞാൻ അവിടെ പോയിക്കാ. ചേച്ചി അവിടെ അല്ലേ? ചേച്ചിനെ കൂട്ടി ഞാൻ അമ്പലത്തിലേക്ക് വരാം. നിങ്ങൾ അങ്ങോട്ട് വരും, നമുക്ക് ഒരുമിച്ച്. ഈ നട്ടുച്ചയ്ക്ക് ഇനി വെയിൽ ഇറങ്ങി പോകണ്ടല്ലോ. ആരുണ്ട് ഇവിടെ ഊണുണ്ടല്ലോ, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകല്ലോ. അമ്മക്കുള്ള പായസം ഒക്കെ കൊടുക്കുന്നുണ്ടോ? അല്ലേ? ഓ നമുക്ക് കളിക്കാം. നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാം. ഒരു കാര്യം ചെയ്ത് ഇല്ല, കാരണം മഞ്ഞപ്പൂ പറിച്ചു തന്നെ പിന്നെ പറയോ. പിന്നെ വെല്ലുവിൻ്റെ അരമ്പുണ്ടല്ലോ. അപ്പോ അതൊക്കെ പോണം. തൊട്ടുപോകരുത്. ഇങ്ങോട്ട് വരരുത്. രണ്ടാളും കൂടി ഇറങ്ങിയിരിക്കല്ലേ, മോഷണമാണല്ലേ? ഇങ്ങനെ മോട്ടിച്ചാലേ, ഈ കൊച്ചിനെ ഇങ്ങനെ മോട്ടിച്ചാലേ അവസാനം ജയിലിൽ കിടക്കേണ്ടി മനസ്സിലായോ? രാവിലെ ഒക്കെ ഇറങ്ങിയിരിക്കുക മോട്ടിക്കാൻ. കണ്ടവന്റെ സ്വത്തിങ്ങനെ മോട്ടിക്കാൻ നടക്കരുത് കേട്ടോ. ഇതാ എന്തോന്നല്ല, മേലാൽ ഇന്ന് ഇപ്പുറത്തോട്ട് വരരുത്. പോകോ. സാരിയാ, ഇത് സോറിയൊന്നും ഇവിടെ വേണ്ട. പോക്കോ. ഓ അത് നന്നായി. ഇല്ല പിന്നെ അമ്മ എന്തോ വിചാരിക്കും. അവിയൽ സാമ്പാറൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ നമ്മളെ കളിക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മളാണെങ്കിൽ അപ്പുറത്തെ അപ്പൂപ്പന്റെ വീട്ടിൽ പൂ പറിക്കാൻ നേരത്ത് അപ്പൊ ഇവളെ പിച്ചേ ചെയ്തിട്ടാണ് വഴക്ക് പറഞ്ഞു. പിച്ച കുട്ടീനോ പൂ പറിക്കാനാ? ആ താഴത്തെ ആ മനുഷ്യനുണ്ടല്ലേ, കൊച്ചിന് ചെവി നുള്ളി പൊന്നാക്കിയല്ലേ? കാര്യം എന്താ നടി? നമ്മളെ അപ്പുറത്തെ അപ്പൂപ്പന്റെ വീട്ടില് പൂ പറിച്ച് അപ്പൊ അവളെ പിച്ചേ ചെയ്ത് വഴക്ക് പറഞ്ഞു. അങ്ങോട്ടൊക്കെ പോണത് അങ്ങനെ ഒരു മനുഷ്യൻ പറ്റില്ലാത്ത മനുഷ്യൻ. പുതിയ താമസക്കാരൻ. കുറച്ചാളെ താമസം ഇറങ്ങിട്ട് അതൊരു ആളുകളെ കണ്ടാ തിരിച്ചറിയാത്ത മനുഷ്യനാ. അയാളെ വീട്ടിൽ കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയ സമയത്ത് ഫീസ് ഒന്ന് കെട്ടിട്ടാ മതി. അതിന് അപ്പുറം ഞാൻ ഇപ്പുറം താമസിക്കുന്ന അറിയാമേ പുള്ളിക്ക്. എന്നെ വിളിച്ചില്ല, നേരെ ഇലക്ട്രിസിറ്റി ഓഫീസ് വിളിച്ചേക്കുന്നു. അവിടെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരാളെ വിടുമെന്ന് ചോദിക്കുന്നു. പുള്ളിക്കത്തെ സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. ഉടനെ എന്റെ അടുത്ത് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ, ഞാൻ നേരെ വീട്ടിൽ ചെന്ന് കെട്ടിയിട്ടെടുത്തുള്ളയാ. കെട്ടിയിട്ടെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്താണ് സാർ താമസിക്കുന്നത്. ആരുടെ പറയാം, തിരിച്ചൊരു മുഖത്തൊന്നും നോക്കിയതുമില്ല, ഒരു നന്ദി പറഞ്ഞതുമില്ല. നമ്മുടെ ജോലിയായിട്ട് ഞാൻ വന്നു. അതെ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ടില്ല. കണ്ടാൽ തന്നെ അറിയാം ഒരു മനുഷ്യ പറ്റില്ലാത്തതാണെന്ന്.
ഇവിടെ താമസമായപ്പോൾ പുതിയ ആളല്ലേ, ഞാനൊരു പൊതുപ്രവർത്തനാണല്ലോ, ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ മെമ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കഥ പറഞ്ഞിങ്ങനെ നോക്കിയിട്ട് ഒറ്റ ആളപ്പോൾ കഥ എൻ്റെ മുഖത്തടിച്ച പോലെ ആയിപ്പോയി. ഏത് ആ മുണ്ടെടുക്കാതെ ട്രൗസർ അവനാ? വെറുതെ അല്ല, ഞാൻ പറഞ്ഞിട്ട് ഒന്നിങ്ങനെ ചിരിച്ചു കാണിച്ചപ്പോ എന്നോട് എന്തോ വൈരാഗ്യമുള്ള പോലെ ഇങ്ങനെ നോക്കിട്ട് പോക്കാണ്ട് പോയോ. ഇങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടല്ലേ മക്കള് നോക്കണുണ്ടോ, മരുമക്കള് തിരിഞ്ഞു നോക്കണുണ്ടോ? കൊച്ചുമക്കൾ എല്ലാരും കൂടി അവരൊക്കെ പുറത്താ. ഒരാളും ഇയാളെ നോക്കൂല. ആരും ഒരു സ്നേഹം വേണ്ട ഇയാൾക്ക്. ആ അയൽവക്കക്കാരായിട്ടൊന്നും തന്നെ വെപ്പം കൂടിയൊക്കെ. അല്ല അതായിക്കോട്ടെ, ആരോടും മിണ്ടണ്ട, ഒരു ദോഷത്തിനും നല്ലതിനും വരണ്ട. പക്ഷെ കുട്ടികളൊന്നും പരിഗണന കൊടുക്കണ്ടേ? അതിന്റെ കാതൊക്കെ പിടിച്ച് തിരിക്കാന്ന് പറയാ. പിന്നെ അല്ലാതെ ഒരു മര്യാദ വേണ്ടേ? കൊച്ചിന്ന് പറയുന്നുണ്ടാ ഞാൻ ചോദിച്ചിട്ട് മാറിക്കാൻ നിങ്ങളെങ്ങോട്ട് പോണ്? ഇത്ര ദിവസം ഇവിടെ അടുത്തുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അപ്പളും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിക്കാം, കുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ട, എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ. എന്തിനാന്നേ വല്ലതും ആയിരിക്കണത് കേൾക്കും. പിന്നെ ഇന്നിപ്പോ കാത് പിടിച്ചു, നാളെ വേറെ എന്തെങ്കിലും ചെയ്താലോ? അങ്ങനെ ഉണ്ടാ? മനുഷ്യ പറ്റില്ലാത്തോനെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയാലേ മേലും കീഴും നോക്കല്ലേ എന്റെ സ്വഭാവം വെച്ചിട്ട് വേറും തല്ലിപ്പൊളി. ആ മാമന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. എന്തിനാ പിന്നെ ആ പൂപ്പന്റെ അടുത്തോട്ട് പോകണം? ആന്നേ ഇവിടെ പാടോ. ഇയാള് മനുഷ്യനെ അതോ മൃഗം? ഇവർക്ക് ഈ ചെറിയ കുട്ടികളെ കണ്ട തിരിച്ചറിയില്ല. ഇയാൾ എന്തിനാ വീട്ടിലെ കൊച്ചിന്റെ കാത് പിടിച്ചു തരുമേ? എന്താ അന്ത വഴുകി പോലെ നിൽക്കണ? വായ തുറന്ന് എന്തെങ്കിലും പറയേ. ഓ എടാ, കുട്ടികളെ സ്നേഹിക്കറിയാത്ത താനൊക്കെ എന്തിനാണ് ജീവിക്കണേ? വെറുതെ അല്ല തന്റെ മക്കൾ കണ്ട് അമേരിക്കയിൽ പോയി നിൽക്കണ്, പേരെ കുട്ടികളൊന്നും തിരിഞ്ഞു നോക്കാത്ത. പച്ചവെള്ളം കിട്ടാണ്ട് മരിക്കും, അപ്പോഴേ അറിയും താനൊക്കെ. എന്തിനാണ് എത്ര കാലം ഇങ്ങനെ പോത്തുപോലെ ജനിച്ച് ജീവിച്ച് വളരണേ? മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്ക്, ഇല്ലെങ്കിൽ ഒറ്റമരത്ത് കുരങ്ങനെ പോലെ അങ്ങനെ കഴിയേണ്ടി വരും. തന്റെ വായിലെന്തോ പഴം മുഴുവൻ വെച്ചിരിക്കണം. എന്തെങ്കിലും വായ തുറന്ന് പറയണോ? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങളോടൊന്നല്ല ആരോടും. അല്ല എന്ത് മനുഷ്യനത്? അയ്യേ, അവിയലും കൂടി ആവണം. സാമ്പാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവളെ എപ്പോ വരും? ഒരു കല്യാണത്തിന് പോയിക്കണം. അവിടെ വരും. നമുക്ക് നേരെ ഇവിടെ എല്ലാവരും ഒരുങ്ങി കെട്ടി അങ്ങോട്ട് പോവാം. ഒരുങ്ങി കെട്ടി പോവാൻ മനുഷ്യന് അവിടുത്തെ ഇവിടുത്തെ എല്ലാം കൂടി കാര്യം നോക്കാൻ പറ്റൂല. ഇപ്പൊ പോയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നോക്ക്. നിനക്കേ നമ്മൾ ഉത്സവമുള്ള സമയത്ത് നമ്മളിങ്ങനെ പണ്ട് വീട്ടിലിങ്ങനെ ഈ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് കളിക്കില്ലായിരുന്നു. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമുള്ള സൗണ്ട്. പൊട്ടിച്ചളഞ്ഞത് ഇത് വീർപ്പിച്ചപ്പോഴാ ഒരു പ്രാവശ്യം ഇത് തൊണ്ടേ പോയി എന്ന് പറഞ്ഞോണ്ട് കിടന്ന് ചത്തത് നീ. ഒന്ന് പൊട്ടിച്ചടി പണ്ടാണ് എത്ര പ്രാവശ്യമെങ്കിലും പെട്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ പോയടി കളയേ. പണ്ട് നമ്മൾ ഈ ഉത്സവത്തിന് ചെയ്യാവോ? ഇതൊന്ന് നീ അരിഞ്ഞു തരുമോ? ഞാൻ അപ്പോഴത്തേനെ തേങ്ങ ഒന്ന് ചിരണ്ടി വെക്കാം. ഇത് എടി എന്റെ കൈ മുറി, ഞാൻ വേണമെങ്കിൽ തിരി തരാം. ചെലവേൽ ഇരിക്കാൻ ഭയങ്കര പാടാ. ഞാൻ ഇരുന്നല്ല ഒരു പാത്രം കാണുമല്ലോ. രണ്ട് എന്നാന്നും പറഞ്ഞ് തിരിച്ചു തരരുത് എനിക്ക്. അയ്യോ അതെന്നെ പറഞ്ഞ പാടാണ് അതിനകത്ത് ഇരിക്കാൻ. എനിക്ക് അതിന്റെ പറ്റാകുമ്പോ കൈ മുറിയോടി. അവിടെ ഇരിക്കും. ഇതാകുമ്പോ കുറച്ച് ഈസി ആയിട്ട് തീരുന്ന സംഭവം. ആ തേങ്ങ ഒന്ന് ചിരണ്ടി തരാൻ പറഞ്ഞപ്പോഴത്തേനും കക്കൂസി കയറിയിരിക്കണതാ ക്ലീറ്റോ. ആഹാ അത് ശരി. അവനല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ ശരീരം അനങ്ങുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പോഴേ വിളിച്ചോളൂ. ഞാനും ഓർത്ത് തങ്കം തങ്കം എന്ന് വിളിക്കുമ്പോഴത്തേനും ബാ തേങ്ങ ഇടണം തേങ്ങ ഇടണം വിളിക്കുമ്പോ ചെല്ലണ മുഴുവൻ അതിനകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിയലെന്ന് വെച്ചുണ്ടാക്കും ഞാൻ. നിനക്ക് ആവശ്യമുള്ള സാധനം തന്നാ പോരെ. നീ ഒരു തേങ്ങ വേണം, അത് കൊച്ചു തേങ്ങയാ. അമ്മാവനെന്തേടാ? അമ്മാവൻ എന്തെടുക്കാന്ന് അവിടെ പോയിരിക്കല്ലേ, മറ്റേ മിണ്ടാത്തവൻ്റെ അടുത്ത് മിണ്ടാൻ പോയിരിക്ക. പിന്നെ ഞാൻ പോകുന്നറിയാമോ?
ഒന്നും സംഭവിക്കില്ല, പുള്ളിക്കാർ ഒന്നും പറയില്ലല്ലോ. സാധാരണ പ്രതികരിക്കുന്ന മുതലാട്ടോ. അല്ല, പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മളിവിടെ പോകണം. അമ്മാവൻ എന്തെങ്കിലും ചെയ്തത് ഇതിപ്പോ ഒന്നും പേടിക്കണ്ട, കാരണം പുള്ളി നോക്കിക്കൊണ്ടിരിക്കും മിക്കവാറും. പുള്ളിയുടെ വീട്ടിൽ കള്ളം കയറിയാൽ പുള്ളി മിണ്ടൂല. ഇയാള് കായംകുളത്താറ്റായിരുന്നു തോന്നുന്നു വീട്. എന്ത് ആ മനുഷ്യന്റെ ആണോ? അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ താഴ്ത്ത അവര് ആരോടും മിണ്ടൂലല്ലോ, ആർക്കും കണ്ടൂടാ അവിടെ നിന്ന്. അത് കായംകുളത്തോടെ മിണ്ടൂലേ? അല്ലടാ, അവിടെ അയൽവക്കക്കാർക്ക് ആർക്കും ഇയാളെ പറ്റി ദുഷിപ്പ് പറയണതാണ് ഇപ്പൊ അവിടുത്തെ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ഹോബി. വായോ വാ, ചോർന്ന അമ്മാവനെന്തേ? വേണ്ട വേണ്ട, ഞാൻ പോവാ. പായസായ പായസമൊക്കെ ചോറിനാതെ പോണേ കൂടാ. വേണ്ട, അവിടെ ചേച്ചി കാത്തുക്കും. ഈ പായസം ഒരു ഞാൻ അമ്മയ്ക്കുള്ള ചോറ് കിട്ടിത്തരാം, അമ്മാവൻ കഴിച്ചിട്ട് പോന്നേ. വേണ്ട, ഞങ്ങൾ അവിടെ ഒരുമിച്ച് കഴിച്ചോളാം. അവര് ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് കഴിച്ചോളാം. പിള്ളേരെ വിളിച്ചോട്ടാ. അവിടെ ഇല്ലേ? ഇല്ല, പിള്ളേരെ അവിടെ ഉണ്ടല്ലോ. ഇനി നേരത്തെ വെലൂടെ കളിച്ചോണ്ട് വെളിയിൽ പോകണുണ്ടല്ലോ അങ്ങോട്ട്. ഇവിടെ ഇല്ലേ? ഇല്ല, പുറത്തെങ്ങാനും അവിടെ എങ്ങാനും കളിക്കണ്ടോ? പറഞ്ഞിട്ടല്ലേ വന്ന്. ഇവിടെ പറയാം, ആ പോടെ 2 മുറിയിലുള്ളത് താജ്മഹലൊന്നും അല്ലല്ലോ, ഇതിനകത്തൊന്നും ഇല്ല പിള്ളേര്. ചൂടാവണം തന്നെ നല്ല രസമായിട്ട്. ഞാൻ പെരയുടെ പിന്നിലുണ്ടോ ഉണ്ടെന്ന് പറയാ മക്കളെ. അങ്ങനെ കളിക്കണ്ടാവും. ഈ പിള്ളേർ എപ്പോഴും തന്നെ ഒന്നീ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കളിക്കണം. ഇത് അവിടെ ഇവിടെ ഇത് കുഴപ്പമാണെന്ന്. അവിടെ കണ്ടില്ലേ? ചേടാ, ഇതിപ്പോ പായസം ഞാൻ അങ്ങോട്ട് വിട്ടതാണ്. ചേട്ടാ, ഈ കുട്ടികൾ പിന്നെ ഇവിടെ പോയി കുരുത്തക്കട ഒപ്പിച്ചോ? ആ മൊരടനതാ കുട്ടികളെ തൂക്കിട്ടാണല്ലോ വരുന്നത്. അമ്മ, അപ്പ എല്ലാവരും കൂടി അപ്പനെ വിളിച്ചാലേ അപ്പൻ വരുള്ളൂ. അപ്പ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മ. മക്കളെല്ലാവരും അമേരിക്കയില്ല. അപ്പൻ ആരും ഇല്ല. ഈ ഉത്സവ ദിവസമായിട്ട് പാവം അപ്പൻ കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാ നമ്മള് വിളിച്ചേ. ഈ പിള്ളേരെന്ന് പറഞ്ഞാല് എനിക്ക് ജീവനാ. പക്ഷേ എൻ്റെ 2 പിള്ളേരും അവരങ്ങ് ദൂരെ അങ്ങ് ഇരിക്കുക. ഓരോ ഉത്സവ സമയങ്ങളിൽ അവർ വരും വരും വരും. ഇപ്പം ഞാൻ കാത്തിരുന്നതാണ്. കാത്തിരിക്കുന്നതല്ലാതെ അവരാരും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അവരെ കാണാതെ എനിക്ക് ആരെയും കാണാൻ വേണ്ടായി. ഇപ്പോൾ ഈ പിള്ളേരെ കണ്ടപ്പോൾ ഇവരെന്നെ അപ്പൂപ്പാന്ന് വിളിച്ചപ്പോൾ എൻ്റെ മനസ്സലിച്ചു പോയി. എവിടുന്നോ ഒരു സന്തോഷം. അതാ ഇവരെ എന്നെ കല്ലെടുത്ത് ഞാൻ അവരെ എറിഞ്ഞപ്പോഴേ ഇവര് പൂക്കളായിരിക്കും തന്നത്. അതൊരു വലിയ ഉണർവായിരുന്നു എനിക്ക്. എന്തായാലും സാർ ഇതുവരെ വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം. നമുക്ക് ഒരു ബന്ധവും കൂടെ ആയി. സന്തോഷം. അല്ല സാറേ, കുട്ടികൾ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴേ അവരോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ വന്ന് എന്തൊക്കെയോ ദേഷ്യത്തിൽ പറഞ്ഞു. അതൊന്നും മനസ്സിലാക്കിയത്. അതൊക്കെ അപ്പോഴേ മറന്നില്ലേ? നമുക്ക് എല്ലാരോടും എനിക്ക് സംസാരിക്കണം. അതാണ് എന്റെ ഇപ്പോഴത്തെ. Alien versus Alien.